A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. He often calls me to his official bhavanam and he tells me I don't go there alone. Not even once I've gone alone because I know that he has another disease. Appo aa rogam ullonde enikku I don't want to be subjected to it because I'll slap him. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പ്രൂഫും ഉണ്ട് എൻ്റെ കയ്യിൽ. സോറി പറഞ്ഞ് ഇങ്ങോട്ട് മെസ്സേജസും അയച്ചിട്ടുണ്ട് രണ്ടുപേരും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഇസ് വെരി ഡേർട്ടി ബിക്കോസ് എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ഒരു കേസ് വന്നപ്പോൾ വെൻ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് കേസ് മീൻസ് മാരേജ് ഇഷ്യൂ, ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് സ്വപ്ന സുരേഷ് ബ്രദർ, ഹി സെഡ് ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദറ്റ് ബോയ് ബിക്കോസ് കിട്ടിയിട്ടില്ലല്ലോ, അയാളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, മതിമറന്ന് ജീവിക്കുന്നതുകൊണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ അടുത്തൊക്കെ നമ്മളുടെ UAE കോൺസുലേറ്റിന്റെ ഫംഗ്ഷന് വരാൻ പ്രോട്ടോകോൾ ഒന്നും ഇല്ലാതെ ജസ്റ്റ് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി, പ്ലീസ് കം, ദേ വിൽ കം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയും കടകംപള്ളിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിൽ സ്വപ്ന സുരേഷിന് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം ഏവർക്കും തോന്നാവുന്നതാണ്. കേരള രാഷ്ട്രീയത്തെ തന്നെ ഏറെ പിടിച്ചുകുലുക്കിയ വിവാദമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. അതിന് തൊട്ടു പിന്നാലെ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒന്നാണ് സ്വർണ്ണക്കൊള്ളയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, അതായത് സ്വർണ്ണക്കടത്തിലും സ്വർണ്ണക്കൊള്ളയിലുമുള്ള ഒരേ ഒരു ലിങ്കായി അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിയെ തന്നെയാണ് നിലവിൽ കുറ്റപ്പെടുത്തുന്നത്. ഇനി അടുത്ത അറസ്റ്റ് അത് കടകംപള്ളി തന്നെ ആയിരിക്കുമെന്ന വാർത്തകളും മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു കാണുന്നു. തന്നെ സംരക്ഷിച്ചു പോന്നിരുന്ന ഉന്നതൻ പത്മകുമാറിൻ്റെ ഉന്നത ബന്ധം അത് കടകംപള്ളിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നൽകിയിരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതവും കോടതിയെ അവഹേളിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അദ്ദേഹം ഇന്നലെ പങ്കുവച്ചിരുന്നു. തൊട്ടു പിന്നാലെ VD സതീശൻ കൃത്യമായ മറുപടി നൽകി. എന്നാൽ ഇതിന് പിന്നാലെ സതീശ തനിക്ക് ചുണയുണ്ടെങ്കിൽ താൻ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കെന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയ സ്വപ്ന സുരേഷ് ഒരു ഘട്ടത്തിൽ കടകംപള്ളിക്കെതിരെ ഉയർത്തിയ വാദങ്ങൾ തന്നെയാണ് ഈ അവസരത്തിൽ കേൾക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി PR ശിവശങ്കറും UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിയായ സ്വപ്ന സുരേഷുമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ അന്ന് ഉൾപ്പെട്ടവർ. ഒരു കാലത്ത് വലിയ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സ്വപ്ന സുരേഷ് ഏറെ നാളായി വാർത്തകളിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കടകംപള്ളിക്കെതിരായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ പൊന്തിവരികയാണ്. കടകംപള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മനോഹരമായി ഭരിച്ചു എന്ന് പറഞ്ഞതിന് വിപരീതമായി തന്നെയാണ് വലത് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൊഴുക്കുന്നത്. അതായത് സ്വപ്ന സുരേഷ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ വെച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നും അന്നത്തെ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടതും തോമസ് ഐസക് മൂന്നാറിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതായുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. അതിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്കെതിരെ ഗുരുതരമായ ചില കാര്യങ്ങൾ തന്നെയാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. ഒരു MLAയോ ഒരു മന്ത്രിയോ ആയിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി എന്നാണ് സ്വപ്ന തുറന്നടിച്ചത്. ഒരു രാഷ്ട്രീയക്കാരനാകാൻ പോലും കടകംപള്ളിക്ക് അർഹതയില്ല, ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. കയറിപ്പിടിച്ചു, പീഡനം എന്നൊന്നും പറയുന്നില്ല, അതൊന്നും സംഭവിച്ചതായും പറയുന്നില്ല. എന്നാൽ ഫോണിൽ കൂടി വളരെ മോശമായി സംസാരിക്കുകയും ലൈംഗിക ചുവയോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടൽ റൂം എടുക്കാമെന്നും പറഞ്ഞു. ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ചു, റൂമിലേക്ക് ചെല്ലാനായി നിർബന്ധിച്ചു. സാധാരണ പല സ്ത്രീകളും ചെയ്യുന്നത് പോലെ എനിക്കും ആ മെസ്സേജുകൾ ദുരുപയോഗം ചെയ്യാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും കഴിയുമായിരുന്നു, പക്ഷേ താനത് ചെയ്തിട്ടില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇതിനെല്ലാം തന്നെ തൻ്റെ കയ്യിൽ തെളിവുണ്ട്, അത് EDയുടെ കൈവശവും കൈമാറിക്കഴിഞ്ഞു. ഇനി തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തണമെങ്കിൽ ധൈര്യപൂർവ്വം കേസ് കൊടുക്കാനാണ് ഇന്ന് കടകംപള്ളി VD സതീശനെ വെല്ലുവിളിച്ചതുപോലെ അന്ന് സ്വപ്ന സുരേഷ് വെല്ലുവിളിച്ചത്. പറയുന്നത് ശരിയല്ലെന്നാണെങ്കിൽ കടകംപള്ളി തനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ, അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ തയ്യാറാകട്ടെ. ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടും ഇതുവരെയും അത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് തുറന്നു പറയാൻ പോലും കടകംപള്ളിക്ക് ധൈര്യമുണ്ടായിട്ടില്ല.
ബോൾഗാട്ടിയിലെ ഹയാത്ത് ഹോട്ടൽ ഉദ്ഘാടനത്തിന് കടകംപള്ളി വെന്നിരുന്നെന്നും അവിടെ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് സ്വപ്ന പറയുന്നത്. ഹോട്ടൽ ഉദ്ഘാടനത്തിന് ഞാനുണ്ടായിരുന്നു. ഹോട്ടൽ റൂം എടുക്കാമെന്ന് വരെ അന്ന് കടകംപള്ളി തന്നോട് പറഞ്ഞിരുന്നു. കടകംപള്ളിക്കെതിരെ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മര്യാദയോടെ പെരുമാറണമെന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം എന്നോട് കടകംപള്ളിക്ക് വലിയ ദേഷ്യമായിരുന്നെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. തൻ്റെ ഒപ്പം ചിത്രമെടുക്കാൻ തോളത്ത് അനുവാദമില്ലാതെ കൈവച്ചു എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ സ്വപ്ന സുരേഷ് നേരത്തെ ചൂണ്ടിക്കാട്ടി. എന്തായിരുന്നാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് കാട്ടി പോത്തങ്കോട് സ്വദേശിയായ ഒരു പൊതുപ്രവർത്തകൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുനീർ DGPക്ക് പരാതി കൊടുത്തു. കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തു എന്ന് സ്വപ്ന പറഞ്ഞതിന് പിന്നാലെ ആയിരുന്നു കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പരാതി കൊടുത്തത്. എന്തായിരുന്നാലും മുനീറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനായി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി കടകംപള്ളി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു മാനനഷ്ടത്തിലേക്കാണ് കടകംപള്ളി കടക്കുന്നത്. അതായത് VD സതീശനെതിരായിട്ടുള്ള മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നു. ശബരിമല ദ്വാരപാലക ശില്പം വിറ്റഴിച്ചതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി തനിക്കെതിരെ നോട്ടീസ് അയച്ചു എന്നുള്ളത് VD സതീശനും വ്യക്തമാക്കുന്നുണ്ട്. അയച്ച നോട്ടീസുകളിലും ആരോപണങ്ങളിലും ഇപ്പോഴും താൻ അടിയുറച്ചു നിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തനിക്കെതിരെ കേസ് കൊടുത്തതുകൊണ്ട് താൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. കടകംപള്ളി 2 കോടിയുടെ മാനനഷ്ടം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. പക്ഷേ കേസ് കൊടുത്തപ്പോൾ അത് 10 ലക്ഷമായി കുറഞ്ഞു. അതെങ്ങനെയാണെന്നും VD സതീശൻ ചോദിച്ചു. ഒരു കോടീശ്വരന് ദ്വാരപാലക ശില്പം വിറ്റുപോയെന്ന് പറഞ്ഞതുപോലും കോടതിയാണെന്ന് സതീശൻ എടുത്തു പറഞ്ഞു. അത് ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി വ്യക്തമാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അന്നത്തെ ദേവസ്വം മന്ത്രി അത് അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർ CPMന്റെ രാഷ്ട്രീയ നിയമനമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും അതിനാൽ ഈ കച്ചവടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമെന്നും സതീശൻ ആരോപിക്കുന്നുണ്ട്. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത ജയിലിൽ കിടക്കുന്ന പത്മകുമാർ അടക്കമുള്ള ആളുകളെ CPM സംരക്ഷിക്കുന്നത് അവർ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രനും. വിശ്വാസികളെ വേദനിപ്പിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിനാലാണെന്നും അല്ലാതെ പാരഡി ഗാനം പാടിയതിലല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. 11 വർഷം മുമ്പ് K കരുണാകരൻ വാഹനത്തിൽ വേഗത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് CPM പാരഡി ഗാനം ഇറക്കിയിരുന്നു. കൈരളിയിൽ തന്നെ അത് അവതരിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ സ്വർണം കട്ടതിനെക്കുറിച്ച് പാടാൻ പാടില്ല, അതെവിടുത്തെ ന്യായമാണ്, എന്ത് പരിപാടിയാണെന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സതീശൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് അന്ന് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിവാദമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.